നമസ്കാരം. ഞാൻ ഷാജഹാൻ, ആൾ ഇന്ത്യ റൗട്ടർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എൻ മുരളി സാറും അതുപോലെ തന്നെ ആലങ്കോട് താലശ്ശേരിയിലും ഒക്കെ ചേർന്ന് ഇന്ന് ഇവിടെ ഒരു സന്ദർശനം നടത്തുകയുണ്ടായി. സത്യത്തിൽ ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇതെന്നെ മനസ്സിനെ വല്ലാതെ മാറ്റിയിരിക്കുകയാണ്. സമന്വയ ഡി അഡിക്ഷൻ സെൻറ്റർ വളരെ ഗംഭീരമായി പ്രവർത്തിക്കുന്നു എന്നതിൽ വളരെയധികം ആനന്ദം വന്നു. ഇതിലേക്ക് എൻട്രി ചെയ്തപ്പോൾ തന്നെ എനിക്ക് വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ആളുകൾ, അത് വളരെ പ്രധാനമായും ഇത് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ജീവനക്കാരായാലും ശരി, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്കായി എത്തിയിട്ടുള്ളവരായാലും ശരി, വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഈ പ്രകൃതി തന്നെ ശരിക്കും ഈ പ്രദേശത്തിന്, ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി ആണോ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. ആ രീതിയിലാണ് എനിക്ക് ശരിക്കും അനുഭവപ്പെട്ടത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ശേഷം ഉച്ചഭക്ഷണത്തിനായി അവർ ക്ഷണിക്കുകയും ആ ഉച്ചഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന 3 ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും ഇസ്ലാമിക വിശ്വാസപ്രകാരവുമുള്ള ആ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഭക്ഷണം സാധാരണ ഇത്തരം സെൻറ്ററുകളിൽ ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായി അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ, ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രുചികരമായ ഭക്ഷണമാണ്. ഈ മീൻകറിയെക്കുറിച്ചും ചട്ടിയിലെ മീൻകറിയെക്കുറിച്ചും അതുപോലെ തന്നെ പുളിശ്ശേരിയെക്കുറിച്ചുമൊക്കെ എനിക്കതിൻ്റെ ആ സ്വാദ് ഭയങ്കരമായി ഫീൽ ചെയ്തിരിക്കുകയാണ്. സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അങ്ങനെയാണ് ഇന്ന് ഈ നിമിഷം വരെയും ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇവിടെ വരണം എന്ന ഒരു മനസ്സിലെ ഒരു ആകാംക്ഷ ശരിക്കും ജനിച്ചിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒരുപാട് ഇത്തരത്തിലുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകളിലും അതുപോലെ തന്നെ സാധാരണക്കാരെ താമസിപ്പിച്ച് അവർക്ക് വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ കൊടുക്കും കാരുണ്യ സെൻ്ററുകളിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക ഒരു അനുഭവമായിട്ട് തന്നെ എനിക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് എത്ര പറഞ്ഞാലും എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഞാൻ വളരെ ആനന്ദത്തോടു കൂടിയാണ് ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ പൂർത്തിയാക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഇതിൻ്റെ സംഘാടകരെക്കുറിച്ചും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് വളരെ അഭിനന്ദനാർഹമായി തന്നെ പറയുവാൻ കഴിയും. അത് വളരെ സന്തോഷമുണ്ട്. ഏറെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇത്. ശരിക്കും കേരളത്തിൽ ഇന്നുള്ള ഈ കാലാവസ്ഥയിൽ ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ മദ്യഷാപ്പുകൾ ഒരുപാടുണ്ട്. അതെങ്കിൽ മദ്യഷാപ്പുകൾ കൊണ്ട് ഉപയോഗപ്പെടുന്നത് ഒരു ഹയർ സൊസൈറ്റിക്കാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാധാരണക്കാർ 500 രൂപയ്ക്കും 600 രൂപയ്ക്കും ജോലി ചെയ്യുന്നവർ 10-500 രൂപയിൽ അധികം കടവും വാങ്ങി മദ്യപിച്ചിട്ട് റോഡ് നീള എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും കാണിക്കുകയും അതുകൂടാതെ തന്നെ കയ്യിൽ കിട്ടുന്ന കാശിലെ മറ്റ് ചില ലഹരി പദാർത്ഥങ്ങൾ, കഞ്ചാവ്, അതുപോലെ തന്നെ ചരസ്, മറ്റ് പൗഡറുകൾ ഒക്കെ ഉപയോഗിച്ച് എല്ലാവരും മിക്സഡ് സംവിധാനമാണ് കേരളത്തിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആളുകളിൽ അവരുടെ മാനസികാവസ്ഥയിൽ വലിയ അപകടകരമായ ജീവിത ശൈലി എന്ന് തന്നെ പറയാൻ കഴിയും. ചെറുപ്പക്കാരില്ല, ഏറ്റവും ചെറുപ്പമായി എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ മദ്യത്തിന് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തു. വെളിയിൽ പറയുന്നതിന് വളരെ വിഷമമുണ്ട്. എങ്കിൽ തന്നെയും
കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ഇതേപോലെ ഒരു ഞായറാഴ്ച സമാനം 3-ന്റെ ചടങ്ങ് നടന്നത്. അന്നും വേറെ ഒന്ന് രണ്ട് കഥകൾ അതിന് തൊട്ടടുത്ത്, എൻ്റെ നാടിന് തൊട്ടടുത്തുള്ള കഥകൾ. ഇത് നിരന്തരം ജീവിതത്തിൽ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം യുവതലമുറ കേരളത്തിൽ വളരെ ദുരിതം പൂർണ്ണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തൊഴിലില്ലായ്മ ഒരു ഭാഗത്തുണ്ട്, എന്നാൽ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ അതുകൊണ്ടുപോയി മദ്യപിക്കുകയും മോശമായ പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ആരോഗ്യത്തെ അവർ നോക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ പുകവലി ഒരു ചെറിയ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ രൂക്ഷമായ രീതിയിലാണ് ഈ മദ്യപാനം കടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇതര ലഹരി പദാർത്ഥങ്ങൾ. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മോചനം ലഭിക്കുവാനും അതിലേക്ക് ആളുകളെ ആകർഷിക്കാതിരിക്കുവാനും ഇത്തരം സെൻ്ററുകൾ വളരെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമന്വയയുടെ ഈ സ്ഥാപനം വളരെയധികം പ്രയോജനപ്രദമാണ് എന്ന് ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.